السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല നിയ്യത്തുള്ളവനാണ് എങ്കിൽ അല്ലാഹു തആല അവന് ഇബാദത്തുകൾ ചെയ്യാതെ തന്നെയും പ്രതിഫലം നൽകപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന വ്യക്തിയാണ്. രാത്രിയിൽ എഴുന്നേറ്റ് അദ്ദേഹം വുളു ഉണ്ടാക്കി തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച് ധാരാളം ഖുർആൻ ഓതി ഇസ്തിഗ്ഫാർ തേടി അള്ളാഹുവിലേക്ക് തൗബ കൊണ്ടടുത്ത് അള്ളാഹുവിനോട് ധാരാളമായി കരഞ്ഞ് ദുആ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്തോ കാരണവശാൽ ഉറക്കത്തിൽപ്പെട്ടോ മറ്റോ ഒരു ദിവസം ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ദിവസവും ചെയ്യുന്നത് പോലെ ഇന്നും എനിക്ക് ചെയ്യാൻ സാധിക്കണം. അതല്ലെങ്കിൽ കൃത്യമായി ദുഹാ നിസ്കരിക്കുന്ന വ്യക്തിയാണ്, വാവി നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുന്ന വ്യക്തിയാണ്, അതുപോലെ മറ്റ് സൽക്കർമ്മങ്ങൾ പകൽ സമയങ്ങളിൽ തന്നെയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്തോ ഒരു കാരണത്താൽ അവ ഒരു ദിവസം ചെയ്യാൻ സാധിക്കാതെ വന്നു. ജോലി കാരണമോ അതിൽ മറന്നുപോയിട്ടോ എന്തെങ്കിലും വിഷയത്തിൽ അദ്ദേഹം സാധാരണ ചെയ്യാറുള്ളൊരു ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ നിത്യമായി ചെയ്യുന്ന ഇബാദത്ത് എനിക്ക് ഇന്നും ചെയ്യാൻ വേണ്ടി സാധിക്കണം, ഞാനത് ചെയ്യും എന്നുള്ള നല്ല നിയ്യത്തോടുകൂടെയാണ് അദ്ദേഹം കിടന്നുറങ്ങാൻ വേണ്ടി പോയത്. പക്ഷേ പറയപ്പെട്ടതുപോലെ ഉറക്കം കൊണ്ടോ മറ്റോ ക്ഷീണം കാരണമോ മറ്റോ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. പടച്ചോനെ, എനിക്ക് തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ അല്ലാഹുവേ നിന്നോട് ധാരാളം ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നല്ലോ, എനിക്കിന്നതിന് സാധിക്കാതെ വന്നല്ലോ, ഞാൻ ഖുർആൻ ഓതുന്ന ആളായിരുന്നല്ലോ, അത്തായ സമയത്ത് അല്ലാഹുവേ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ആ ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തോടുകൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെന്ന നിയ്യത്തോടുകൂടെ കിടന്നിറങ്ങിയ വ്യക്തിക്ക് അത് സാധിക്കാതെ വന്നാൽ അത് ചെയ്ത അതേ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയും കിടന്നുറങ്ങിയ ഉറക്കം അല്ലാഹു തആല അദ്ദേഹത്തെ സദഖയായി അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കാരുണ്യമായ റഹ്മത്തായി നൽകുകയും ചെയ്യുമെന്ന് ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം നസായി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ അതാ ഫിറാഷഹു വഹുവ യൻവി അൻ യഖൂമ യുസല്ലി ഫിൽ ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കണമെന്ന തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കണമെന്ന ആ നിയ്യത്തോടുകൂടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പോയി. പക്ഷേ ഫഗലബത്തുഹുന്നവും, അദ്ദേഹത്തിൻ്റെ ഉറക്കം അദ്ദേഹം ആ ഉറക്കത്തിൽ പെട്ടുകൊണ്ട് നിസ്കാരം നിർവഹിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ സുബ്ഹി ബാങ്ക് ഒഴുക്കുമ്പോഴാണ് അദ്ദേഹം ആ ഉറക്കിൽ നിന്ന് ഉണരുന്നതെങ്കിൽ കുതിബ ലഹു മാ നവ, അദ്ദേഹം ആ രാത്രി എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയിരുന്നുവോ അതെല്ലാം ചെയ്ത പ്രതിഫലം അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അകപ്പെടുത്തി വെക്കുകയും വകാന നൗമുഹു സദഖത്തുൻ അലൈഹി മിർ റബ്ബിഹി അസ്സ വജൽ, അദ്ദേഹത്തിൻ്റെ ഉറക്കം സദഖയായി പരിഗണിക്കപ്പെടുമെന്നും ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാന്മാർ പറയുന്നുണ്ട്, സുന്നത്തായ ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തോ കാരണവശാൽ ചെയ്യാൻ കഴിയാതെ വന്നു, ചെയ്യണമെന്നോ നല്ല മനസ്സീയത്തിലുണ്ടായിരുന്നു, പക്ഷേ സാധിക്കാതെ വന്നാൽ ചെയ്ത അതേ പ്രതിഫലം അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അർഹമുർ റഹീമായ റബ്ബവൻ്റെ കാരുണ്യം കൊണ്ട് ധാരാളം സുന്നത്തായ അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ, അത് കാരണം ഇഹത്തിലും പരത്തിലും വിജയികൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.